ഹായ് മക്കളെ, എല്ലാവർക്കും മാഷൻ ടീച്ചറിന്റെ മറ്റൊരു പുതിയ വീട്ടിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പൊ ഇന്ന് ടീച്ചർ എത്തിയിട്ടുള്ളത് 4ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോയുമായിട്ടാണ് കേട്ടോ. 4ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് അടുത്ത ദിവസം ഏതാണ് എക്സാം വരുന്നത്? EVS ആണല്ലേ, പരിസര പഠനമാണ് വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു എക്സാമിന് യൂസ്ഫുൾ ആവുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനായിട്ടാണ് ടീച്ചർ ഇപ്പൊ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഒരുപാട് കൂട്ടുകാരുടെ മെസ്സേജ് അയക്കുന്നു, ടീച്ചറെ കഴിഞ്ഞ എക്സാം ഒക്കെ വളരെ ഈസി ആയിരുന്നു, ടീച്ചർ ഇട്ടിട്ടുള്ള വീഡിയോസ് ഒക്കെ ഒരുപാട് യൂസ്ഫുൾ ആയി എന്നുള്ള കാര്യം കേട്ടോ. അപ്പൊ എല്ലാ കമന്റ്സും ടീച്ചർ കാണുന്നുണ്ട്. ഒത്തിരി സന്തോഷം കേട്ടോ മക്കൾ അങ്ങനെ പറഞ്ഞതില്. ഓക്കെ മക്കളെ, അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് EVSുമായിട്ട് ബന്ധപ്പെടുത്തി പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ നോക്കുക കേട്ടോ. അപ്പൊ നമുക്ക് വേഗം നമ്മുടെ ക്ലാസ്സിലോട്ട് പോവാം അല്ലെ. അതിലോട്ട് പോകുന്നതിന് മുന്നേയായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ മറ്റു കൂട്ടുകാർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ മക്കളെ, മക്കൾക്ക് വരാവുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് നമ്മുടെ കേരളമില്ലേ, കേരളത്തെ കുറിച്ച് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പം കേരളത്തെ കുറിച്ച് ചെറിയൊരു കുറിപ്പ് എഴുതാനായിട്ട് ചോദിക്കൂ കേട്ടോ. നമുക്ക് മുന്നേ ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അന്ന് നമുക്ക് കുറച്ച് സൂചനകളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് കേരളം രൂപീകരിക്കപ്പെട്ട വർഷവും ദിവസവും ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കേരളത്തിൽ എത്ര ജില്ലകളാണ് ഉള്ളത്, ഭാഷ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടിട്ടുള്ള ഒരു സംസ്ഥാനമാണ് കേരളം എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് സൂചനകളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അത് ഉപയോഗിച്ചിട്ടായിരുന്നു കേരളത്തെ കുറിച്ച് കുറിപ്പ് എഴുതാനായിട്ട് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ മക്കള് പേടിക്കേണ്ട, ഇത്തരത്തിലൊരു ചോദ്യം വരികയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, അതിലേക്ക് യൂസ്ഫുൾ ആവുന്ന രീതിയിലുള്ള കുറച്ച് സൂചനകളൊക്കെ തന്നിട്ടുണ്ടായിരിക്കും കേട്ടോ. ഇനി അഥവാ തന്നിട്ടില്ലെങ്കിൽ മക്കൾ എന്ത് ചെയ്യുക, കേരളത്തെ കുറിച്ചിട്ട് ബേസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് നോക്കിയിട്ട് പോവാ കേട്ടോ. കേരളം രൂപീകൃതമായിട്ടുള്ള വർഷം എന്നാണ് മക്കളെ? 1956 നവംബർ 1-നാണ് അല്ലെ. അപ്പൊ ആ കാര്യം നോക്കിയിട്ട് വെക്കുക. അതുപോലെ തന്നെ എത്ര ജില്ലകളുണ്ട് മക്കളെ? 14 ജില്ലകളുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഭാഷാ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടിട്ടുള്ള ഒരു സംസ്ഥാനമാണ് എന്തെന്ന് പറയുന്നത്, കേരളം എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ പ്രകൃതി സുന്ദരമായിട്ടുള്ള നാടാണ് ഇത്, നമ്മുടെ കൊച്ചു കേരളം എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ആ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് മക്കൾക്ക് എന്ത് ചെയ്യാം, നല്ലൊരു കുറിപ്പ് എഴുതാവുന്നതാണ് കേട്ടോ. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ മക്കൾ എന്ത് ചെയ്യാം, ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, ഒന്ന് പഠിച്ചിട്ട് പോവാ കേട്ടോ. അതുപോലെ തന്നെ ചിലപ്പോൾ നമുക്ക് സംസ്ഥാന ചിഹ്നങ്ങൾ ചോദിക്കാറുണ്ട്. നമ്മുടെ സംസ്ഥാന ചിഹ്നങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് കണ്ടെത്തിയിട്ട് എഴുതാനോ അല്ലെങ്കിൽ അതിന് ചിത്രം തന്നിട്ട് വട്ടം വരയ്ക്കാനൊക്കെ നമുക്ക് പറയാറുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ചിലപ്പോൾ പേരായിരിക്കും മക്കൾക്ക് തരിക. അപ്പൊ ഏതൊക്കെയാണ് നമ്മുടെ സംസ്ഥാന ചിഹ്നങ്ങൾ ഏതൊക്കെയാണുള്ളത്? നമ്മുടെ കണിക്കൊന്ന അല്ലെ, കണിക്കൊന്നയുണ്ട്, ആന, അതുപോലെ തന്നെ തെങ്ങ്, കരിമീൻ അല്ലെ. ഇത്രയും കാര്യങ്ങളൊന്ന് മക്കൾ ഓർത്തിരിക്കുക കേട്ടോ. സംസ്ഥാന ചിഹ്നങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു ചോദ്യം നമുക്ക് പൊതുവെ കണ്ടുവരാറുണ്ട്. അപ്പൊ മക്കൾ എന്ത് ചെയ്യുക, അതൊക്കെ ഒന്ന് നോക്കിയിട്ട് വെക്കുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ പിന്നെ നമ്മുടെ പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചോദിക്കാറുണ്ട്. എങ്ങനെയാന്ന് വെച്ചാൽ മുന്നേ നമുക്ക് ചോദിച്ചത് നമ്മുടെ മനുഷ്യന്റെ ഏതൊക്കെ പ്രവൃത്തികളാണ് പരിസ്ഥിതിക്ക് ദോഷം ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അത് ലിസ്റ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തൊക്കെ പ്രവൃത്തികളാണ് മക്കളെ, നമ്മുടെ എന്തൊക്കെ പ്രവൃത്തികൾ മൂലമാണ് പരിസ്ഥിതി നശിക്കുന്നത്, അവയ്ക്ക് ദോഷകരമാവുന്ന എന്തൊക്കെ പ്രവൃത്തികളാണ് നമ്മൾ ചെയ്യുന്നത്? നമ്മൾ ചെയ്യുന്ന ഒട്ടുമിക്ക പ്രവൃത്തികളും അവർക്ക് ദോഷം തന്നെയാണ് അല്ലെ. എന്തൊക്കെയാണ്? നമ്മുടെ പ്ലാസ്റ്റിക് കുപ്പികളും അതുപോലെ തന്നെ കവറുകളൊക്കെ വലിച്ചെറിയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ പുഴയിൽ നിന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, മണല് വാരുന്നുണ്ട്. അതുപോലെ തന്നെ പ്ലാസ്റ്റിക് നമ്മൾ കത്തിക്കുന്നുണ്ട് അല്ലെ. വെറുതെ വേസ്റ്റുകളൊക്കെ പുഴയിലും മറ്റ് തോടുകളിലും പോലെയുള്ള ജലാശയങ്ങളിലൊക്കെ കൊണ്ട് നമ്മൾ ഇടുന്നുണ്ടല്ലേ. അതെല്ലാം എന്താണ്, നമ്മുടെ പരിസ്ഥിതിക്ക് ദോഷമായിട്ടുള്ള പ്രവൃത്തികളാണ് അല്ലെ. അപ്പം അത്തരത്തിലുള്ള കുറച്ച് പ്രവൃത്തികളൊക്കെ മക്കൾ എന്ത് ചെയ്യുക, ഒന്ന് എഴുതി പഠിക്കുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ വയല് നികത്തല്, കുന്നിടിക്കല്, ആ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ അതെല്ലാം മക്കൾ എന്ത് ചെയ്യാം, ഒന്ന് നോക്കിയിട്ട് പോവാ. അത് നമുക്ക് ചോദിക്കും കേട്ടോ. അതുപോലെ തന്നെ വരാവുന്ന മറ്റൊരു കാര്യമാണ് ഒരു പോസ്റ്റർ തയ്യാറാക്കാനായിട്ട്. പോസ്റ്റർ നമുക്ക് മുന്നേ ഒരു പ്രാവശ്യം ചോദിച്ചത്. അതുപോലെ തന്നെ പരിസ്ഥിതി സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പോസ്റ്റർ തയ്യാറാക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ മക്കൾ എന്ത് ചെയ്യുക, പോസ്റ്റർ തയ്യാറാക്കുന്ന സമയത്ത് അതിൽ നല്ല ചിത്രങ്ങളൊക്കെ വരച്ച് ചേർക്കാനായിട്ട് നോക്കുക കേട്ടോ. ചിത്രങ്ങളൊക്കെ വരച്ച് അതിന് കളറൊക്കെ നൽകുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് അത് സഹായിക്കും കേട്ടോ. അപ്പൊ എന്ത് ചെയ്യും, പോസ്റ്റർ ചിലപ്പോൾ മക്കൾക്ക് ചോദിക്കും, അതുകൂടി ഒന്ന് നോക്കുക. പിന്നെ മക്കൾക്ക് വരാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ആവാസ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പൊ എന്താണ് മക്കളെ ആവാസ വ്യവസ്ഥ? എന്താണ്? പരസ്പരം ആശ്രയിക്കുന്ന ജീവിയവും അജീവിയവുമായ ഘടകങ്ങൾ ഉൾപ്പെട്ടതാണ് ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ ആ ഒരു ഡെഫിനിഷൻ മക്കളൊന്ന് ഓർത്തിരിക്കുക. അത് നമുക്ക് മുന്നേ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഇങ്ങനെയായിരുന്നു ചോദിച്ചത്, ആ ഡെഫിനിഷൻ തന്നു. എന്നിട്ട് അവിടെ എന്ത് ചെയ്തു, ഇങ്ങനെ പരസ്പരം ആശ്രയിക്കുന്ന ജീവിയവും അജീവിയവുമായിട്ടുള്ള ഘടകങ്ങൾ ഉൾപ്പെട്ടതാണ് ഡാഷ് എന്ന് പറഞ്ഞു തന്നു. എന്നിട്ട് അവിടെ ഫില്ല് ചെയ്യാനായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്താണ് മക്കളെ അവിടെ ചേർക്കേണ്ടത്? ആവാസ വ്യവസ്ഥ എന്നുള്ളതാണ് അല്ലെ. അപ്പൊ അതൊന്ന് നോക്കി വെക്കുക. അതുപോലെ തന്നെ അവയ്ക്ക് കുറച്ച് ഉദാഹരണങ്ങൾ മക്കൾ എന്ത് ചെയ്യുക, ഒന്ന് നോക്കി വെക്കുക കേട്ടോ. ഏതൊക്കെയാണ് മക്കളെ ആവാസ വ്യവസ്ഥകൾ എന്ന് പറയുന്നത്? വയല് ഒരു ആവാസ വ്യവസ്ഥയാണ് അല്ലെ. വനം ഒരു ആവാസ വ്യവസ്ഥയാണ്. അതുപോലെ തന്നെ വേറെ എന്തൊക്കെയാണുള്ളത്? കുളം എന്താണ്?
ഒരു ആവാസ വ്യവസ്ഥയാണ്. അതുപോലെ തന്നെ കാട് എന്താണ്, ആവാസ വ്യവസ്ഥയാണ്. പിന്നെ കാവ് എന്താണ്, ഒരു ആവാസ വ്യവസ്ഥയാണ് അല്ലെ. അപ്പൊ എന്ത് ചെയ്യുക, കുറച്ച് ആവാസ വ്യവസ്ഥകളുടെ പേരുകളൊക്കെ ഒന്ന് മക്കള് ഓർത്തിരിക്കുക. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി അവിടെ ശ്രദ്ധിക്കേണ്ടത്, ഈ ആവാസ വ്യവസ്ഥ ബാധിക്കുന്ന അല്ലെങ്കിൽ ആവാസ വ്യവസ്ഥയെ ദോഷകരമായിട്ട് ബാധിക്കുന്ന ഏതെല്ലാം പ്രവൃത്തികളാണ് മനുഷ്യൻ ചെയ്യുന്നത് എന്നുള്ളത്. അത് ടീച്ചർ നേരത്തെ പറഞ്ഞില്ലേ, പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെടുത്തി ടീച്ചർ പറഞ്ഞു. അപ്പൊ ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, മക്കളൊന്ന് എഴുതിയാൽ മതി കേട്ടോ. അതായത് വയല് മണ്ണിട്ട് നികത്തല്, പിന്നെ വനങ്ങളൊക്കെ വെട്ടി നശിപ്പിക്കല്, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, മക്കൾക്ക് എഴുതാവുന്നതാണ് കേട്ടോ. ഓക്കെ. പിന്നെ മക്കൾക്ക് വരാവുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് വേരുപടലവും അതുപോലെ ശിലാവിന്യാസവും ബീജപത്രവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു ചോദ്യമാണ്. അത് നമുക്ക് പൊതുവെ ഒരു പട്ടിക രൂപത്തിലാണ് ചോദിക്കാറുള്ളത്. എങ്ങനെയെന്ന് വെച്ചാൽ മക്കൾക്ക് എന്ത് ചെയ്യും, ഒരു 3-4 സസ്യങ്ങളുടെ പേരുകൾ തരും. എന്നിട്ട് അവയ്ക്ക് ഏത് വേരുപടലമാണ്, അതായത് താഴ്വേര് പടലമാണോ, 4 വേര് പടലാണോ, അതുപോലെ ജാലികാ ശിലാവിന്യാസമാണോ, സമാന്തര ശിലാവിന്യാസമാണോ, ഏക ബീജപത്ര സസ്യമാണോ, ദ്വിബീജപത്ര സസ്യമാണോ എന്നുള്ളത് കണ്ടെത്തിയിട്ട് ഓരോ കോളത്തിലും ടിക്ക് ചെയ്യാനായിട്ട് പറയൂ കേട്ടോ. അത് നമ്മുടെ മുൻ വർഷത്തെ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ ടീച്ചർ നമ്മുടെ ഗ്രൂപ്പിൽ നമ്മുടെ ചാനൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കണ്ടിട്ടുള്ള മക്കളാണെങ്കിൽ എന്ത് ചെയ്യാം, ആ ഒരു ചോദ്യം നിങ്ങൾക്ക് പരിചയമുള്ളതായിരിക്കും. പിന്നെ ഏതെങ്കിലും കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ആ ഒരു വീഡിയോ ഒന്ന് കാണുക കേട്ടോ. അപ്പൊ ടീച്ചർ ചോദിക്കട്ടെ മക്കളെ, ടീച്ചർ ഇവിടെ ഒരു പയറിന്റെ ഇല വരച്ചു. ഇതൊരു പയറിന്റെ ഇലയാന്ന് വിചാരിക്കുക കേട്ടോ. ഓക്കെ. അപ്പൊ ഈ ഒരു പയറിന്റെ ഇലയിൽ ഏത് തരത്തിലുള്ള ശിലാവിന്യാസമാണ് മക്കളെ ഉള്ളത്? ഏതാണ്? ജാലിക ശിലാവിന്യാസാണുള്ളത് അല്ലെ. ഏതാണ്? ജാലിക ശിലാവിന്യാസാണുള്ളത്. അപ്പൊ പയർ എന്ന് പറയുന്ന ഒരു ചെടി നമുക്ക് തരികയാണെങ്കിൽ അതിന്റെ ഏത് കോളത്തിൽ നമ്മൾ ടിക്ക് ചെയ്യണം? സമാന്തര ശിലാവിന്യാസം ഉണ്ട്, ജാലിക ശിലാവിന്യാസം ഉണ്ട്. ഏത് കോളത്തിൽ ടിക്ക് ചെയ്യണം മക്കളെ? ജാലിക ശിലാവിന്യാസത്തിൽ വേണം നമ്മൾ ടിക്ക് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ഇതിന്റെ വേര് എങ്ങനെയായിരിക്കും മക്കളെ? 4 വേരാണോ താഴ്വേരാണോ? നമുക്കറിയാം അല്ലെ. ഏതാണ് മക്കളെ? താഴ്വേരായിരിക്കില്ലേ. അതുപോലെ തന്നെ ഇതിന്റെ ബീജപത്രം ഏക ബീജപത്രമാണോ ദ്വിബീജപത്രമാണോ ചോദിക്കും. ഏതാണ് മക്കളെ പയർ എന്ന് പറയുന്നത്? ദ്വിബീജ പത്രസസ്യമാണ് അല്ലെ. പയർ എന്ന് പറയുന്നത് ദ്വിബീജ പത്രസസ്യമാണ്. അപ്പൊ മക്കൾ എന്ത് ചെയ്യുക, എല്ലാ ചെടികളുടെയും ഈ വേര് പടലവും അതുപോലെ തന്നെ ശിലാവിന്യാസവും ബീജപത്രങ്ങളും ഒക്കെ എന്ത് ചെയ്യാം മക്കളൊന്ന് നോക്കി വെക്കുക കേട്ടോ. ഇത് തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട്. നമുക്കിപ്പോ ഏതെങ്കിലും ഒരു സസ്യത്തിന്റെ ശിലാവിന്യാസം നമുക്കറിയെങ്കിൽ അത് ഏത് വേരുപടലമാണ്, അതുപോലെ തന്നെ അതിന്റെ ബീജപത്രങ്ങളുടെ എണ്ണവും നമുക്ക് പറയാനായിട്ട് പറ്റൂലേ. എന്താണ് മക്കളെ? ജാലിക ശിലാവിന്യാസം ആണെങ്കിൽ നമുക്കറിയാം അതിന് താഴ്വേരായിരിക്കും, അതുപോലെ തന്നെ ദ്വിബീജപത്രം ആയിരിക്കും ഉണ്ടായിരിക്കുക അല്ലെ. ഇനി ടീച്ചർ ചോദിക്കട്ടെ, സമാന്തര ശിലാവിന്യാസം ആണെങ്കിൽ അതെന്തായിരിക്കും? എന്ത് വേരുപടലായിരിക്കും? 4 വേരുപടലായിരിക്കും, അതുപോലെ തന്നെ ഏക ബീജപത്ര സസ്യവും ആയിരിക്കും. അപ്പൊ ആ ഒരു റിലേഷൻ മക്കൾ എന്ത് ചെയ്യാം, ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ആർക്കെങ്കിലും അറിയാത്തതുണ്ടെങ്കിൽ ഒന്ന് നോക്കിയിട്ട് പോവാ. നമുക്ക് എന്തായാലും ആ ഒരു ഏരിയയിൽ നിന്ന് ചോദ്യങ്ങൾ വരും കേട്ടോ. ഓക്കെ. പിന്നെ മക്കൾക്ക് വരാവുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കുറെ ജീവികളുടെയൊക്കെ പേരുകൾ തന്നിട്ട് കരയിൽ ജീവിക്കുന്നവ, അതുപോലെ തന്നെ വെള്ളത്തിൽ ജീവിക്കുന്നവ, കരയിലും വെള്ളത്തിലും ജീവിക്കുന്നവ. ചിലപ്പോൾ പേരുകൾ തരണമെന്നില്ല, ചിത്രങ്ങൾ തന്നിട്ട് ആ ഒരു ചിത്രത്തിൽ കരയിൽ ആരൊക്കെയാണ്, വെള്ളത്തിൽ ആരൊക്കെയാണ്, കരയിലും വെള്ളത്തിലൂടെ ജീവിക്കുന്നത് ആരൊക്കെയാണ് എന്നുള്ള രീതിയിൽ ക്ലാസിഫൈ ചെയ്യാനായിട്ടുണ്ടായിരിക്കും. അപ്പൊ മക്കൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമായിരിക്കും അല്ലെ. ഇനിയും ടീച്ചർ പറയേണ്ട കാര്യമില്ല, ഒരുപാടായി ടീച്ചർ പറയുന്നു. അപ്പൊ മക്കൾ എന്ത് ചെയ്യാം, ആ കാര്യം ഒന്ന് നോക്കുക കേട്ടോ. പിന്നെ നമുക്ക് വരുന്ന പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് അനുകൂലനം. അതുകൊണ്ട് ടീച്ചർ ഒരുപാട് ദിവസമായി പഠിക്കാനായിട്ട് പറയുന്നു. അപ്പൊ അതിൽ പ്രധാനപ്പെട്ടത് നമ്മുടെ താറാവ്, മീൻ, തവള, പരുന്ത് തുടങ്ങിയ ജീവികളൊക്കെ മക്കൾ എന്ത് ചെയ്യുക, എന്തായാലും നോക്കിയിട്ട് പോവാട്ടോ. നമുക്ക് എല്ലാ വർഷവും കണ്ടുവരുന്നതാണ് ഈ താറാവ്, മീനൊക്കെ. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യാ മക്കളൊന്ന് നോക്കിയിട്ട് പോവാ. താറാവിന്റെ അനുകൂലനം എന്തൊക്കെയാ മക്കളെ? എന്തൊക്കെയാണ്? തുഴ പോലുള്ള കാലുകൾ ഉണ്ട് അല്ലെ. പിന്നെ എന്താണുള്ളത്? അതിന്റെ പരന്ന കൊക്ക് അല്ലെ. അതുപോലെ മറ്റേതെന്താണ്? അതിന്റെ തൂവലുകൾ എങ്ങനെയാ? എണ്ണമയമുള്ള തൂവലുകൾ അല്ലെ. പിന്നെ മീനിൻ്റെത് പറയുകയാണെങ്കിൽ എന്താണ്? തോണി പോലെ രണ്ടറ്റവും കൂർത്തിട്ടുള്ള ഒരു ശരീരത്തിന്റെ ആകൃതിയാണ് അല്ലെ. അതുപോലെ വഴുവഴുപ്പുള്ള ശരീരമാണ്. പിന്നെ അതിന്റെ ചിറക്, വാലൊക്കെ എന്താണ്? അതിന്റെ അനുകൂലനാണ് അല്ലെ. അതുപോലെ തന്നെ തവള, പരുന്തൊക്കെ എന്ത് ചെയ്യാം മക്കളൊന്ന് നോക്കിയിട്ട് പോവാട്ടോ. ഇത്രയും ജീവികൾ വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് എന്തായാലും അനുകൂലനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യം വരും. ഓക്കെ മക്കളെ. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് മക്കളെ പ്രധാനമായിട്ടും നിങ്ങളുടെ നാളത്തെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പഠിക്കേണ്ടത്. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക, വീഡിയോ കഴിഞ്ഞതിന് ശേഷം വേഗം ഇരുന്നിട്ട് നിങ്ങളുടെ നാളത്തെ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുക കേട്ടോ. ഓക്കെ മക്കളെ. അപ്പൊ ഇന്നത്തെ വീഡിയോ മക്കൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ആ കാര്യം ഒന്ന് നമ്മുടെ കമന്റ് ബോക്സിൽ പറയാനായിട്ട് മറക്കരുത്. മറ്റൊരു പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.